PC ജോർജ് ഇവിടെ ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല, പോസ്റ്റൊന്നും കാണുന്നില്ല. ഞാൻ 30 വർഷം BJP കാരനായിരുന്നു, ഇപ്പൊ CPM കാരനാണ്. PC ജോർജിനെ പോലത്തെ വേറൊന്നുമില്ല. റോൾ ക്യാമറ ഇലക്ഷന്റെ ഈ ഒരു യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലാണ്, പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലാണ്. പൂഞ്ഞാറിലെ ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയുണ്ട്, അതെന്താണെന്ന് ഞാൻ പറയട്ടെ. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ഷിഹാസുദ്ദീൻ ജനിച്ചു വളർന്ന നാടാണ് ഈരാറ്റുപേട്ട. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ പുറകിൽ കാണുന്ന വീട് അതാണെന്ന് ഞാൻ പറയട്ടെ, കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവ് ശ്രീ PC ജോർജിന്റെ വീടിന് മുന്നിലാണ്. ഓക്കെ, അപ്പൊ ഇടതിൽ നിന്നും വലതിൽ നിന്നും സ്വതന്ത്രനായി മത്സരം ജയിച്ച കേരളത്തിലെ നേതാവാണ് PC ജോർജ് അല്ലേ. 9 തവണ മത്സരിച്ചു, 7 തവണ ജയിച്ചു. ഇത് 10ാം അംഗത്തിന് മുന്നിട്ടിറങ്ങിയാണ് ഇപ്പോൾ PC ജോർജ്. പക്ഷേ ഈരാറ്റുപേട്ടയും PC ജോർജും തമ്മിൽ ഒരുപാട് പ്രശ്നമുണ്ട്. ഇത്തവണ ഈരാറ്റുപേട്ടയിൽ അത്ഭുതം സംഭവിക്കുമോ? പൂഞ്ഞാറിൽ എന്ത് സംഭവിക്കും? PC ജോർജിനെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ചോദിക്കാം. അപ്പോൾ PC ജോർജിന്റെ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ മാത്രം മാറി ചേന്നാട് കവലയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എപ്പോഴും ആൾക്കൂട്ടമുള്ള വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു കവലയാണ്. പൂഞ്ഞാറിൽ PC ജോർജ് ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കുമോ? ഇല്ല. എന്തുകൊണ്ട്? PCയുടെ സ്വഭാവം കൊള്ളാത്ത കാരണം ജയിക്കുകയല്ല. വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതാണോ PC ജോർജ് പറയുന്നത്? പുള്ളിക്ക് എന്തുവാണെന്ന് പറയാമല്ലോ, അത് നടക്കുന്ന കാര്യമല്ലല്ലോ. പൂഞ്ഞാറിന്റെ സ്വന്തം പുത്രനായിരുന്നില്ലേ? ആയിരുന്നു. ഇപ്പൊ അല്ലേ? ഇപ്പൊ അല്ല, വെറുക്കപ്പെട്ടവനായി. അതെങ്ങനെ വെറുക്കപ്പെട്ടു? പുള്ളി പാർട്ടി മാറി, പുള്ളി ഞങ്ങളെ കുറ്റം എന്ന് പറയുന്നത് ഞങ്ങൾ എതിർത്തു. ഈ പാർട്ടി മാറിയത് മാത്രമാണോ പ്രശ്നം? ഈരാറ്റുപേട്ട മുഴുവൻ മുസ്ലിങ്ങളാണ്, അവരെ പറ്റി മുഴുവൻ പുള്ളി വർഗീയതയാണ് പറയുന്നുണ്ടാക്കുന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മതത്തെ മനുഷ്യനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും PC ജോർജിനോട് വെറുപ്പ് വന്നു. അതുകൊണ്ട് PC ഇനി പൂഞ്ഞാറിന് വേണ്ടതാണോ? എനിക്ക് തോന്നുന്നില്ല ജയിക്കുന്നില്ല, വേണ്ട. PC ജോർജ് പറയുന്ന ഒരു കാര്യമുണ്ട്, പാലായിൽ ഷോൺ ജയിക്കും, പൂഞ്ഞാറിൽ PC ജയിക്കും, അച്ഛനും മകനും ആദ്യമായിട്ട് നിയമസഭയിൽ എത്തുന്നത് സംഭവിക്കും. PC ജോർജ് ഇവിടെ ഉണ്ടെന്ന് തന്നെ എനിക്കറിയില്ല, പോസ്റ്റൊന്നും കാണുന്നില്ല. സ്വന്തം വീടിന്റെ തൊട്ടടുത്ത് പോസ്റ്റർ എന്താ ഇല്ലാത്ത? പോസ്റ്റുമില്ല, നോക്കിയേ. അത് എവിടെ പോയി? ഇവിടെ ആൾക്കാരില്ല, PCക്ക് പറ്റിയ ആൾ ഇവിടെ ഇല്ലല്ലോ. ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ 600 വോട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് PC ജോർജ് അനിയൻ നിന്നു. 600 വോട്ടുള്ളിടത്ത് പോലും ജയിക്കാൻ പറ്റിയില്ല. പിന്നെയാണ് നിയമസഭയിൽ ജയിക്കാൻ പോകുന്നത്. അവനെ MLA ആക്കിയത് ഈരാറ്റുപേട്ട മുസ്ലിങ്ങളുടെ ഒരു വിവരക്കേടാന്നാ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക്. PC ജോർജിന്റെ കൂടെ മെയിനായിട്ടുണ്ടായിരുന്ന ആളാണ്. ഞാൻ യൂത്ത് ഫ്രണ്ടിലെല്ലാം പ്രവർത്തിച്ച ആളാണ്. അന്ന് എൻ്റെ വീട്ടിലും വന്ന് പിന്നെ നോയമ്പ് തുറക്കാനും ഒക്കെ വന്ന് വിളിച്ചിട്ടുണ്ട്. പുള്ളി പറയുന്ന പോലെ തുപ്പിയിട്ടാ ഭക്ഷണം കൊടുക്കുന്നതൊന്നും ആക്കൂട്ടൊന്നും നടക്കാത്ത, ആവശ്യമില്ലാത്ത പിന്നെ തെറ്റിദ്ധാരണകൾ ഒരു സമൂഹത്തിന് തേജോധം ചെയ്തുകൊണ്ട് പിന്നെ ലോകം മൊത്തം അറിയപ്പെട്ടല്ലോ. ഇല്ലാത്ത കാര്യം. ഒറ്റയ്ക്ക് നിന്നപ്പോൾ 28,000 വോട്ടിന്റെ ഭൂരിപക്ഷം പൂഞ്ഞാറുകാർ കൊടുത്തു. അപ്പൊ അഹങ്കാരം മൂത്ത് പുള്ളി ആരെ എന്തും പറയാമെന്നൊരു നിലപാടിലേക്ക് എത്തി. വാ തുറന്നാൽ ഈരാറ്റുപേട്ടയെ ഒന്നടങ്കം മോശമായിട്ട് പറയുന്ന, വർഗീയത പറയുന്ന ഒരു വ്യക്തിയെ എന്തിനാണ് നമ്മൾ ജയിപ്പിക്കുന്നത്? പൂഞ്ഞാർ നിയോജകമണ്ഡലം, ഇവിടെ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ യാതൊരു വ്യത്യാസങ്ങളും ഇല്ല. ഇവിടെ ഇതാ നൈനാർ ജുമാ മസ്ജിദ് ഉണ്ട്, തൊട്ടപ്പുറത്ത് അരുവിത്ര പള്ളിയുണ്ട്, ഇവിടെ ഇതാ അങ്കാളമ്മൻ കോയിലുണ്ട്. ഇതെല്ലാം 100 മീറ്റർ ചുറ്റളവിലാണ്. അപ്പോൾ അത്രയും ഒറ്റക്കെട്ടായിട്ട് ജീവിക്കുന്ന ആളുകളാണ് പൂഞ്ഞാറിലുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ PC ജോർജിന് മാത്രം ഇവിടെ അത്തരത്തിലൊരു മതവർഗീയത കാണാൻ പറ്റിയത്? ഞാനൊരു ക്രൈസ്തവനാണ്, ഞങ്ങൾക്കൊരു വർഗീയത ഇവിടെ ഇല്ല. ഞാൻ ക്രിസ്മസിന് ഞങ്ങൾ കേക്ക് കൊടുക്കും, ഇങ്ങോട്ട് പെരുന്നാൾ ഞങ്ങൾ ഇങ്ങോട്ട് ബിരിയാണി വാങ്ങിക്കും, ഓണത്തിന് നമ്മൾ ഒരുമിച്ച് സദ്യയും കഴിക്കും. തീർച്ചയായിട്ടും സദ്യയും കഴിക്കും. കേവലം വോട്ടിന് വേണ്ടിയിട്ട് വർഗീയത പറഞ്ഞുകൊണ്ട് ആര് വന്നാലും പൂഞ്ഞാറിന്റെ മണ്ണിൽ അവർക്ക് സ്ഥാനമില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു. ഒരു കാരണവശാലും PC ജോർജ് വരാൻ പാടില്ല. ഞാൻ 30 വർഷം BJP കാരനായിരുന്നു, ഇപ്പൊ CPM കാരനാണ്. PC ജോർജിനെ പോലത്തെ വേറൊന്നുമില്ല. കാരണം അയാൾ വാ പോലത്തെ തെറിയേ പറയുള്ളൂ. ഇമാര് BJPയും ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും പിടിച്ച് ഇതിനകത്ത് BJPയിൽ ഉണ്ടെങ്കിൽ ഇന്ത്യ ഭരിക്കുന്ന അവരാണല്ലോ. ഇവിടുത്തെ മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും ഇവന്മാരെ എങ്ങോട്ട് എഴുന്നള്ളിക്കുന്ന പറയുന്നത്? ഞാൻ ഒരു ഹിന്ദുവാണ്. ഇവന്മാർ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയത് ഇവിടുത്തെ ക്രിസ്ത്യാനിയും മുസ്ലിമെ എങ്ങോട്ട് വിടും? ഈ ക്രിസ്ത്യാനിയും മുസ്ലിമിന് മുതൽ എവിടെ കൊടുക്കും? സ്വത്താണ് PC, സ്വത്താണ് ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കാം. അതുകൊണ്ട് ഒരു കാര്യമുണ്ടോ? അത് ജയിക്കുകയില്ല. 3ാം സ്ഥാനത്താണ്. അത് അപ്രസക്തമായ സാധനമാണ്. അതാണ് പൊങ്ങി വരില്ല. അപ്പോ അതാണ് പൂഞ്ഞാറിന്റെ മനസ്സ്. ഇനി പൂഞ്ഞാർ മണ്ഡലത്തിന്റെ വിധി, ഈ ജനങ്ങൾ എഴുതിയ വിധി മെയ് 4-ന് അറിയാം. അപ്പൊ നമുക്ക് അവസാനിപ്പിച്ചാലോ? റോൾ ക്യാമറ